ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സരിക പ്രസാദ് ലൈഫ് ആൻഡ് മൈൻഡ് സെറ്റ്. ഇന്ന് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലെ മറ്റൊരു പവർഫുൾ ടെക്നിക്കായ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ അല്ലെങ്കിൽ മാജിക്കൽ സ്ക്രിപ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്ക്രിപ്റ്റിംഗ് പലതരത്തിലുണ്ട്. ഈ സ്ക്രിപ്റ്റിങ്ങിൽ നമ്മൾ 3 ഭാഗങ്ങളായാണ് ഇത് എഴുതുന്നത്. ഒന്നാമത്തെ പാർട്ടിൽ ലൈഫിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള 3 നല്ല കാര്യങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി എഴുതുക എന്നതാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി തുടങ്ങുന്നതിന് മുന്നേ ഏറ്റവും മുകളിലായിട്ട് ഡിയർ ഗോഡ്, അതല്ലാന്നുണ്ടെങ്കിൽ ഡിയർ യൂണിവേഴ്സ്, അങ്ങനെ വേണം തുടങ്ങാൻ. അതിന് താഴെ ഈ 3 കാര്യങ്ങൾ എഴുതുക. എക്സാമ്പിളായിട്ട് 2018 ഞാൻ ഒരു നല്ല വീട് വച്ചതിന് താങ്ക് യു യൂണിവേഴ്സ്, അല്ലെങ്കിൽ എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ ഇന്ന പൊസിഷനിൽ ജോലി നേടിത്തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. അങ്ങനെ നിങ്ങൾക്കുള്ള ഹാപ്പിനെസ് എന്താണോ അതിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് വേണം എഴുതി തുടങ്ങാൻ. അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴുള്ള 3 കാര്യങ്ങൾക്ക് നന്ദി എഴുതുക. രണ്ടാമത്തെ പാർട്ടിൽ ചെയ്യാനുള്ളത് ഇങ്ങനെയാണ്. എക്സാമ്പിളായിട്ട് നല്ലൊരു ജോലി ഉള്ളതിന് താങ്ക് യു യൂണിവേഴ്സ്, അല്ലെങ്കിൽ നല്ലൊരു വാഹനമുള്ളതിന് നന്ദി യൂണിവേഴ്സ്, അതല്ലാന്നുണ്ടെങ്കിൽ സമാധാനപരമായ ഒരു ലൈഫ് നയിക്കാൻ സാധിക്കുന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. ഇങ്ങനെ 3 കാര്യങ്ങൾക്ക് നന്ദി എഴുതുക. ഇനിയുള്ളതാണ് 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇനി നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളാണ് ഇതിലെഴുതാനുള്ളത്. പലർക്കും പലതായിരിക്കാം നേടാൻ ആഗ്രഹമുള്ള കാര്യം. ഒന്നുകിൽ നല്ലൊരു വിവാഹം നടക്കുന്നതാവാം, വീട് വയ്ക്കുന്നതാവാം, അങ്ങനെ പല കാര്യങ്ങളായിരിക്കാം. ലാസ്റ്റ് എഴുതുന്ന ഈ 3 കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയി വേണം എഴുതാൻ. ജോലിയാണെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ഇന്ന കമ്പനിയിൽ നിങ്ങൾ ഇന്ന പോസ്റ്റിലേക്ക് ഇത്ര സാലറിയോടുകൂടി ജോലി ലഭിച്ചതിന് താങ്ക് യു യൂണിവേഴ്സ്. ഇനി ആ ജോലി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് എന്തായിരിക്കും അതെഴുതുക. ഈ ഇന്ന സ്ഥലത്ത് ജോലിക്ക് പോകാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, ഞാൻ വളരെ ഹാപ്പിയാണ്. ഇങ്ങനെ വളരെ ഫീൽ ചെയ്ത് ഡീറ്റെയിൽ ആയി വേണം എഴുതാൻ. ഇതുപോലെ 3 എണ്ണം വേണം മൂന്നാമത്തെ പാർട്ടിൽ എഴുതാൻ. ഇതിൽ എഴുതുന്ന കാര്യങ്ങൾ 100% നടക്കും എന്നുള്ളതാണ്. സോ വേണ്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ എഴുതാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പലർക്കും ഇതുവഴി നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. ഞാനും ഇത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇത് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേടിയെടുത്തിട്ടുമുണ്ട്. നമ്മൾ മൊത്തം ആദ്യം എന്ന് പറയുന്നത് മുന്നേ സംഭവിച്ചിട്ടുള്ള 3 കാര്യങ്ങൾ, പിന്നെ ഇപ്പോൾ നിങ്ങൾക്കുള്ള 3 കാര്യങ്ങൾ, ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 3 കാര്യങ്ങൾ, അങ്ങനെ മൊത്തം 9 പോയിൻറ്റ്സാണ് നമ്മൾ എഴുതുന്നത്. ഇനി ഇത് രാവിലെ എണീറ്റ ഉടൻ ഒരു തവണ വായിക്കുക. അതേപോലെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒരു തവണ വായിക്കുക. നമ്മളിത് വെറുതെ വായിച്ചാൽ മാത്രം പോരാ. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ മെത്തേഡ്സും വെറുതെ നമ്മളിങ്ങനെ വായിച്ചു വിട്ടാൽ മാത്രം പോരാ, അത് ഫീൽ ചെയ്ത് വേണം വായിക്കാൻ. നമ്മൾ എഴുതുന്നത് മാത്രമല്ല അട്രാക്റ്റഡ് ആവുന്നത്, നമ്മൾ ഫീൽ ചെയ്യുന്നതാണ് മാനിഫെസ്റ്റ് ആകുന്നത്. ഇത് നമ്മൾ ചെയ്യാനുള്ളത് 30 ദിവസം. അപ്പം നിങ്ങളൊരു 1, 2, 3, 4 നിങ്ങൾക്ക് 30 ദിവസം കറക്റ്റായിട്ട് എണ്ണി വെക്കണം എന്നുണ്ടെങ്കിൽ 1, 2, 3 എന്നിങ്ങനെ ഓരോ ദിവസത്തിൻ്റെയും ഡേറ്റ് ഇട്ട് 1, 2, 3, 4 എന്ന് 30 ഡേറ്റ് വരെ ഇട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് പോവാം. ഇത് 30 ദിവസം കണ്ടിന്യൂസ് ചെയ്യുക. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നിരിക്കും. എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻറ്റായി അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുമായി വീണ്ടും കാണാം. താങ്ക് യു.